ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനിൻ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. സുഭാഷിതം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. Arise, shine, for your light has come, and the glory of the Lord is risen upon you. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇത് യഹൂദ ജനത്തോട് പ്രവചിച്ച വാക്കുകളാണെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് എഴുന്നേൽക്കുക, പിന്നെ പ്രകാശിക്ക. വീണ് കിടക്കുന്നവരാണല്ലോ എഴുന്നേൽക്കേണ്ടത്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നാം അറിയാതെ തന്നെ വീണ് നിലംപതിച്ചു പോകുന്നു. ആ അവസ്ഥയിൽ കിടക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ബെഥേസ്ത കുളക്കടവിൽ ഒരുത്തൻ 38 വർഷങ്ങളായി കിടക്കുകയായിരുന്നു. അതിന്റെ കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി ആ വെള്ളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ 38 വർഷത്തിനുള്ളിൽ എത്രയോ പേർ സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി. ഇദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, ദൂതൻ വെള്ളം കലക്കുമ്പോൾ എന്നെ ഒന്ന് പിടിച്ചാക്കുവാൻ ആരുമില്ല. അദ്ദേഹത്തിന് കുടുംബമുണ്ടായിരുന്നോ, സ്വന്തക്കാരോ ബന്ധക്കാരോ ഉണ്ടായിരുന്നോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും 38 വർഷമായി ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ പ്രതിസന്ധിയിൽ ഒന്ന് കൈത്താങ്ങുവാൻ ആരുമില്ലല്ലോ, ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നൊക്കെ. ആ വഴി യേശു വന്നു. ഈ മനുഷ്യന് ഒരുപക്ഷെ യേശുവിനെ അറിയുകയേയില്ല. യോഹന്നാൻ 5:8 പറയുന്നു, യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഏറിയ വർഷങ്ങളാൽ നിങ്ങൾ രോഗിയായിരിക്കാം. ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ വിവിധ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിൽ കൂടെ നീങ്ങുകയാകാം. യേശു നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ലോകത്തിലേക്ക് വന്നത്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 8:12 യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം നാം സ്വീകരിക്കുമ്പോൾ, അതായത് യേശുവിനെ അനുഗമിക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരവും നീങ്ങി നാമും പ്രകാശമുള്ളവരായി തീരും. നമ്മളിൽ നിന്ന് ബഹിർഗമിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്കും പ്രകാശമായി തീരും. വീണ്ടും യേശു കർത്താവ് മത്തായി 5:14 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇരുട്ടിലിരിക്കുന്ന അനേകർക്ക് നമ്മിൽ കൂടെ ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ മേലാണ് യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. പൗലോസിന്റെ വാക്കുകൾ കേൾക്കൂ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുവാനും അവിടുത്തെ തേജസ് ഞങ്ങളിന്മേൽ ഉദിക്കുവാനും
കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. തുമ്പം ദുഃഖ